എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ BSc ബോട്ടണി 4th സെമ്മിൻ്റെ സിലബസ് ആണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ 4th സെമ്മിൽ നമുക്ക് പഠിക്കാനുള്ളത് മെത്തഡോളജി ആൻഡ് പെർസ്പെക്റ്റീവ്സ് ഇൻ പ്ലാന്റ് സയൻസ് എന്ന് പറയുന്ന ഒരു പേപ്പറാണ്. ഓക്കെ, മെത്തഡോളജി ആൻഡ് പെർസ്പെക്റ്റീവ്സ് ഇൻ പ്ലാന്റ് സയൻസ് എന്ന് പറയുന്ന ഒരു പേപ്പറാണ്. ഇതിൽ നമുക്ക് 60 മാർക്ക് എക്സ്റ്റേണൽ മാർക്കും 15 മാർക്ക് ഇൻറ്റേർണൽ മാർക്കുമാണ് വരുന്നത്. എക്സാമിൻ്റെ ഡ്യൂറേഷൻ എത്രയാണ്? 2 മണിക്കൂറാണ് വരുന്നത്. അപ്പോൾ ഇനി ഈ ഒരു പേപ്പറിൽ നമുക്ക് ഏതൊക്കെ പോർഷൻസ് ആണ് നോക്കാനുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം വരുന്നത് സയൻറ്റിഫിക് മെത്തേഡ്സ് എന്ന് പറയുന്ന ഒരു പോർഷനാണ്. പിന്നെ ബയോസ്റ്റാറ്റിസ്റ്റിക്സ്, ബയോഫിസിക്സ് ആൻഡ് മൈക്രോ ടെക്നിക്, ഇങ്ങനത്തെ 4 പോർഷൻസാണ് ഈ ഒരു പേപ്പറിൽ വരുന്നത്. ഇനി അതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കാം നമുക്ക്. ഓക്കെ, 2 മാർക്കിൻ്റെ 12 ക്വസ്റ്റ്യനാണ് നമുക്ക് ഉണ്ടാവാറ്. അതിൽ നമുക്ക് 12 ക്വസ്റ്റ്യൻ എഴുതണമെങ്കിൽ 12 ക്വസ്റ്റ്യനും എഴുതാം, അല്ല 10 ക്വസ്റ്റ്യൻ ആണെങ്കിൽ 10 ക്വസ്റ്റ്യൻ എഴുതാം. ഇതിൽ ടോട്ടൽ വരുന്ന സീലിംഗ് എന്ന് പറയുന്നത് 20 മാർക്കാണ്. നമ്മളിപ്പോൾ 10 ക്വസ്റ്റ്യൻ എഴുതിയാലും 12 ക്വസ്റ്റ്യൻ എഴുതിയാലും 20 മാർക്കാണ് ആ ഒരു ഭാഗത്തുനിന്ന് മാക്സിമം കിട്ടുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ അത്രയും പെർഫെക്റ്റ് ആയാൽ മാത്രമേ നമ്മൾ 10 ക്വസ്റ്റ്യൻ എഴുതിയാൽ എന്ത് കിട്ടുള്ളൂ? ആ ഒരു 20 മാർക്കിൻ്റെ അടുത്തേക്ക് വരുള്ളൂ. നമ്മൾ അതിന് പകരമായിട്ട് നമ്മൾ 12 ക്വസ്റ്റ്യനും എഴുതുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എപ്പോഴും എന്ത് ചെയ്യാം, സീലിംഗ് ഉള്ളതുകൊണ്ട് തന്നെ മാക്സിമം കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ നോക്കാം. അതിൽ എ പാർട്ടിൽ വരുന്നതാണ് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്, അത് കംപ്ലീറ്റ് അറ്റൻഡ് ചെയ്യാൻ നോക്കുക. അതിൽ സീലിംഗ് വരുന്നത് മാക്സിമം ആ ഒരു എ പാർട്ടിൽ നിന്ന് നമുക്ക് 20 മാർക്കാണ് കിട്ടുക. ഇനി ബി പാർട്ടിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ബി പാർട്ടിലും സീലിംഗ് ഉണ്ട്. നമുക്ക് മാക്സിമം ബി പാർട്ടിൽ നിന്ന് 30 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിലും 7 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് എഴുതാം. 7 ക്വസ്റ്റ്യൻസാണ് ആ ഭാഗത്തു നിന്ന് ഉണ്ടാവുക. ആ 7 ക്വസ്റ്റ്യനും കംപ്ലീറ്റ് ആയിട്ട് എഴുതാം. ഇനി 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ സീലിംഗ് ഇല്ല, അതുകൊണ്ട് തന്നെ അതിൽ 10 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യനാണ് ഉണ്ടാവുക ചോയ്സ്. അതിലേതെങ്കിലും ഒരെണ്ണം എഴുതാം. ഓക്കെ, അതിന് മാക്സിമം എത്രയാണ്? 10 മാർക്കാണ് കിട്ടുക. ഓക്കെ, ഇനി നമുക്ക് നമ്മൾ ഈ പേപ്പറിലെ ഓരോ ഭാഗത്തിൻ്റെയും ഡിസ്ട്രിബ്യൂഷൻ എത്രയാണെന്ന് നോക്കാം. സയൻറ്റിഫിക് മെത്തഡോളജിയിൽ നിന്ന് 2 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യനാണ് ചോദിക്കുന്നത്. 2 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യനും 5 മാർക്കിൻ്റെ 1 ക്വസ്റ്റ്യനും 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 10 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതിലേതെങ്കിലും പോർഷൻ നിന്നായിരിക്കും ഉണ്ടാവുക. ചിലപ്പോൾ 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ മെത്തഡോളജിയിൽ നിന്നാവാം, ബയോസ്റ്റാറ്റിൽ നിന്നാവാം, ബയോഫിസിക്സ് എന്നാവും, മൈക്രോ ടെക്നിക് എന്നാവാം. ഇതിലേതെന്ന് വേണമെങ്കിലും ആവാം 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇനി 2 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യനാണ് മെത്തഡോളജിയിൽ നിന്ന് ചോദിക്കുന്നത്, 5 മാർക്കിൻ്റെ 1 ക്വസ്റ്റ്യനും. അപ്പോൾ ടോട്ടൽ എത്രയായി? 4ഉം 5ഉം 9 മാർക്ക്. 9 മാർക്കാണ് ആ ഒരു സയൻറ്റിഫിക് മെത്തഡോളജി എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തുനിന്ന് വരുന്നത്. 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഓപ്ഷണലാണ്, ഏതെന്ന് വേണമെങ്കിലും വരാം. ഓക്കെ, അത് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുമ്പോൾ നോക്കാം ഏതെന്നാണ് കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതെന്ന് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ആ ഒരു പാറ്റേൺ വെച്ചിട്ട് നമുക്ക് നോക്കാം ഏതെന്നാണ് 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ കൂടുതലായിട്ട് വരുന്നതെന്നുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ബയോസ്റ്റാറ്റിൽ നിന്ന് 2 മാർക്കിൻ്റെ 3 ക്വസ്റ്റ്യനാണ് വരുന്നത്. 2 മാർക്കിൻ്റെ 3 ക്വസ്റ്റ്യനും 5 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യനും. 5 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ 10 മാർക്കും, പിന്നെ 2 മാർക്കിൻ്റെ 3 ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ 6 മാർക്കും, 16 മാർക്ക്. അപ്പോൾ ഈ ഒരു ഭാഗത്തുനിന്ന് എത്രയാണ് നമ്മൾ പറഞ്ഞത്? 9 മാർക്ക്. ഈ ഒരു ഭാഗത്തുനിന്ന് എത്രയാണ്? 16 മാർക്ക്. ഓക്കെ, ഇനി ബയോഫിസിക്സ് നിന്ന് 4 മാർക്കാണ്, 4 ക്വസ്റ്റ്യനാണ്. 4 ക്വസ്റ്റ്യൻ 2 മാർക്കിൻ്റെ 4 ക്വസ്റ്റ്യനാണ്, 5 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ 8ഉം 10ഉം 18 മാർക്കിനാണ് നമ്മുടെ ബയോഫിസിക്സ് നിന്ന് വരുന്നത്, 18 മാർക്കിനാണ്. ഇനി മൈക്രോ ടെക്നിക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബയോസ്റ്റാറ്റിൻ്റെ സെയിം വെയിറ്റേജ് തന്നെയാണ് വരുന്നത്. 2 മാർക്കിൻ്റെ 3 ക്വസ്റ്റ്യനും 5 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യനും. അപ്പോൾ അതൊന്നും ഏകദേശം 16. പിന്നെ ഈ 2 ക്വസ്റ്റ്യൻ, അതായത് നമ്മുടെ 10 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻ, അത് ഏതെന്ന് വേണമെങ്കിലും വരാം. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്തിട്ട് നമുക്ക് നോക്കാം 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പ്രധാനമായിട്ടും ഏതെന്നാണ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നത് എന്നുള്ളത് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ നോക്കാം. ഇനി നമുക്ക് ഓരോന്നിലും
ഏതൊക്കെയാണ് പോർഷൻസ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. സയൻറ്റിഫിക് മെത്തേഡ്സ് എന്ന് പറയുന്ന പോർഷനിൽ മൊഡ്യൂൾ 1 നമുക്ക് സയൻറ്റിഫിക് മെത്തേഡ്സിൻ്റെ സ്റ്റെപ്പുകൾ, റിസർച്ച് റിപ്പോർട്ടിൻ്റെ സ്ട്രക്ചർ, സൈറ്റേഷൻ്റെ സ്റ്റൈല്, ബയോളജിക്കൽ ജേർണൽസ്, ഇമ്പാക്റ്റ് ഫാക്ടർ, സോഴ്സ് ഓഫ് റെഫറൻസസ്, ഗൂഗിൾ സ്കോളർ, ശോധഗംഗ, NCBI, ഇൻഫ്ലിപ്നെറ്റ്, പാഠശാല, ലേറ്റസ്റ്റ് മെത്തേഡ്സ് ഓഫ് പ്രസൻറ്റേഷൻ, ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു സയൻറ്റിഫിക് മെത്തേഡ് എന്ന് പറയുന്ന ചെറിയൊരു മൊഡ്യൂളാണ്. അതൊന്ന് ഏകദേശം നമ്മൾ പറഞ്ഞു, ഏകദേശം 9 മാർക്കിനൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസേ കാണാറുള്ളൂ. ഓക്കെ, 2 മാർക്കിൻ്റെയും 5 മാർക്കിൻ്റെയും ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഇനി ബയോസ്റ്റാറ്റിയിൽ മൊഡ്യൂൾ 1 നമുക്ക് നോക്കാനുള്ള എന്തൊക്കെയാണ്? ബയോസ്റ്റാറ്റിൻ്റെ ഇൻട്രൊഡക്ഷൻ, അതിൻ്റെ ഇമ്പോർട്ടൻസ്, അതിൻ്റെ ലിമിറ്റേഷൻസ് ആണ്. പിന്നെ ഒബ്സർവേഷൻ, ഡയറക്റ്റ് ഒബ്സർവേഷൻ, ഇൻഡയറക്റ്റ് ഒബ്സർവേഷൻ, കൺട്രോൾഡ് ആൻഡ് അൺകൺട്രോൾഡ് ഒബ്സർവേഷൻ, ഹ്യൂമൻ ആൻഡ് മെഷീൻ ഒബ്സർവേഷൻ, അതാണ് ഒബ്സർവേഷനിൽ വരുന്നത്. പിന്നെ ഡാറ്റ കളക്ഷനിൽ ഇൻട്രൊഡക്ഷൻ, സാമ്പിളിങ്, റാൻഡം സാമ്പിളിങ് ആൻഡ് നോൺ റാൻഡം സാമ്പിളിങ്. പിന്നെ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്നത് ടേബിൾസ് ആയിട്ട് ബാർ ഡയഗ്രാം, പൈ ഡയഗ്രാം, ഹിസ്റ്റോഗ്രാം, എന്താണ് ഫ്രീക്വൻസി പോളിഗൺ, ഒജീവ്, ഫ്രീക്വൻസി കർവ്, ബോത്ത് മാനുവൽ ആൻഡ് യൂസിങ് കമ്പ്യൂട്ടർ. മാനുവലായിട്ടും കണ്ടെത്താൻ അറിയണം, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ യൂസ് ചെയ്തിട്ടും ഈ ഒരു ഫിഗർ ഔട്ട് ചെയ്യാനായിട്ട് പറ്റണം. ഇനി ഇൻ്റർപ്രിട്ടേഷൻ ആൻഡ് ഡിറ്റക്ഷൻ ഓഫ് ഡാറ്റ, സിഗ്നിഫിക്കൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ഇൻ ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ, എറേഴ്സ് ആൻഡ് ഇന്നാക്യുറസീസ്, അതാണ് ആ ഒരു മൊഡ്യൂളിൽ വരുന്ന പോർഷൻസ്. ഇനി സെക്കൻഡ് മൊഡ്യൂളിൽ വരുന്ന പോർഷൻസ് ആണ് ഏതൊക്കെ? നമ്മുടെ മീൻ, മീഡിയൻ, മോഡ്, പിന്നെ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ, റേഞ്ച്, മീൻ ഡീവിയേഷൻ, വേരിയൻസ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ, കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ, പിന്നെ ഹൈപ്പോത്തസിസ്, നൾ ഹൈപ്പോത്തസിസ്, ആൾട്ടർനേറ്റ് ഹൈപ്പോത്തസിസ്, കൈ സ്ക്വയർ ടെസ്റ്റ്, ഇതൊക്കെയാണ് ഈ ഒരു ഭാഗത്തുനിന്ന് വരുന്നത്. ഓക്കെ, ബയോസ്റ്റാറ്റിയിൽ 2 മൊഡ്യൂൾസ് ആണുള്ളത്. ഇനി ബയോഫിസിക്സിൽ സൊല്യൂഷൻസ്, അതിൻ്റെ മൊളാരിറ്റി, നോർമാലിറ്റി, പെർസെൻറ്റേജ് ആൻഡ് പാർട്സ് പെർ മില്യൺ, ആ ഭാഗങ്ങളൊക്കെ. പിന്നെ ആസിഡ് ആൻഡ് ബേസ്, ബഫർ ആൻഡ് pH, മെഷർമെൻറ്റ് ഓഫ് pH, പ്രിപ്പറേഷൻ ആൻഡ് യൂസ് ഓഫ് ബഫേഴ്സ് ഇൻ ബയോളജിക്കൽ സ്റ്റഡീസിലുള്ള ബഫേഴ്സിൻ്റെ പ്രിപ്പറേഷനും യൂസും. ഓക്കെ, പിന്നെ ഫോട്ടോമെട്രിയിൽ കളറിമെട്രി, സ്പെക്ട്രോഫോട്ടോമെട്രി, അതിൻ്റെ പ്രിൻസിപ്പിൾസും വർക്കിങ്ങും യൂസസും. പിന്നെ സെൻട്രിഫ്യൂഗേഷൻ, അതിൻ്റെ പ്രിൻസിപ്പിൾസ്, അതിൻ്റെ ടൈപ്പ് ഓഫ് സെൻട്രിഫ്യൂഗ്സ്, അതിൻ്റെ ആപ്ലിക്കേഷൻസ്, അതൊക്കെയാണ് വരുന്നത്. പിന്നെ ക്രൊമാറ്റോഗ്രഫീൻ്റെ പ്രിൻസിപ്പിൾ, ടൈപ്പ്, അതിൻ്റെ അഡ്സോർപ്ഷൻ ക്രൊമാറ്റോഗ്രഫി, പാർട്ടീഷൻ ക്രൊമാറ്റോഗ്രഫി, അയൺ എക്സ്ചേഞ്ച് ക്രൊമാറ്റോഗ്രഫി ആൻഡ് മോളിക്കുലർ സീവിങ്, അതാണ് ആ ഒരു പോർഷനിലുള്ളത്. അപ്പോൾ ആ ഒരു ബയോ ഫിസിക്സിലും ആകെ ആ ഒരു മൊഡ്യൂൾ മാത്രമേ ഉള്ളൂ. ബയോഫിസിക്സിൽ ആ ഒരു മൊഡ്യൂളേ ഉള്ളൂ. ഇനി വരുന്നത് മൈക്രോ ടെക്നിക്കാണ്. മൈക്രോ ടെക്നിക്കിൽ നമുക്ക് എന്തൊക്കെയാണുള്ളത്? മൈക്രോസ്കോപ്സിൻ്റെ പാർട്സ്, ലൈറ്റ് മൈക്രോസ്കോപ്പ്, മൈക്രോസ്കോപ്പിൻ്റെ ടൈപ്പ്, അതായത് ലൈറ്റ് മൈക്രോസ്കോപ്പ്, കോമ്പൗണ്ട്, ഫേസ് കോൺട്രാസ്റ്റ്, ഫ്ലൂറസെൻ്റ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്, ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്, സ്കാനിങ്, ഇലക്ട്രോ മൈക്രോസ്കോപ്പി, അങ്ങനത്തെ ഭാഗങ്ങളൊക്കെയാണ് പിന്നെ ഉള്ളത്. പിന്നെ വരുന്നത് മൈക്രോമെട്രിയാണ്. മൈക്രോമെട്രിയിൽ സ്റ്റേജ് മൈക്രോമീറ്റർ, ഒക്കുലാർ മൈക്രോമീറ്റർ, കാലിബ്രേഷൻ ആൻഡ് വർക്കിംഗ്, അതാണ് മൈക്രോമെട്രിയിലുള്ളത്. പിന്നെ ഇല്ലസ്ട്രേഷൻ യൂസിങ് ഡിജിറ്റൽ ക്യാമറ ആൻഡ് ഫോട്ടോ മൈക്രോഗ്രാഫി, ഡിജിറ്റൽ ക്യാമറ യൂസ് ചെയ്തിട്ടുള്ള ഇല്ലസ്ട്രേഷനും അതുപോലെ തന്നെ ഫോട്ടോ മൈക്രോഗ്രാഫിയാണ് ആ ഒരു പോർഷനിലുള്ളത്, മൈക്രോ ടെക്നിക്ക്. ഇനി അടുത്ത മൊഡ്യൂളിൽ വരുന്നതാണ് ഇതൊക്കെ കില്ലിംഗ് ആൻഡ് ഫിക്സിങ്, അതിൻ്റെ ഏജൻസ്, കില്ലിംഗ് ആൻഡ് ഫിക്സിങ് ഏജൻസ്, കോമൺ ആയിട്ടുള്ള ഫിക്സേറ്റീവ്സ് ആയിട്ടുള്ള ഫോർമാലിൻ, അസറ്റിക് ആസിഡ്, ആൽക്കഹോൾ, FAA, പിന്നെ കാർണോയിസ് ഫ്ലൂയിഡ് 1, 2, പിന്നെ ക്രോമിക് ആസിഡ്, അസറ്റിക് ആസിഡ് ഫോർമേഷൻ, അതായത് ക്രാഫ്റ്റ് സൊല്യൂഷൻ്റെ ഫോർമേഷൻ, അതൊക്കെയാണ് മൊഡ്യൂൾ 2 ഫസ്റ്റത്തെ പോർഷൻ. പിന്നെ വരുന്നത് ഡീഹൈഡ്രേഷൻ ആൻഡ് ഇൻഫിൽട്രേഷൻ, ജനറൽ അക്കൗണ്ട് ഓഫ് ഡീഹൈഡ്രേഷൻ, എത്തനോൾ, ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ, അസറ്റോൺ, ഗ്ലിസറിൻ, പിന്നെ എത്തനോൾ സൈലിൻ സീരീസ്, ടെർഷ്യറി ബ്യൂട്ടൈൽ ആൽക്കഹോൾ സീരീസ്, അതൊക്കെയാണ് നമുക്ക് ഡീഹൈഡ്രേഷൻ ആൻഡ് ഇൻഫിൽട്രേഷൻ എന്ന് പറയുന്ന പോർഷനിലുള്ളത്. പിന്നെ ഇൻഫിൽട്രേഷനിൽ പാരഫിൻ വാക്സ് മെത്തേഡ്, എംബഡിങ്, അതൊക്കെയാണുള്ളത്. പിന്നെ ഫ്രീ ഹാൻഡ് സെക്ഷനിങ്, പിന്നെ മൈക്രോടോം, സ്ലഡ്ജും റോട്ടറി മൈക്രോടോമും ഉണ്ട്, സീരിയസ് സെക്ഷനിങ് ആൻഡ് ഇറ്റ്സ് സിഗ്നിഫിക്കൻസ്. പിന്നെ വരുന്നത് സ്റ്റെയിനിങ് ആണ്. സ്റ്റെയിനിങ്ങിൻ്റെ ഒരു ജനറൽ അക്കൗണ്ട്,
നാച്ചുറൽ ഡൈസ്, കോൾ ടാർ ഡൈസ്, ഡബിൾ സ്റ്റെയിനിങ്, വൈറ്റൽ സ്റ്റെയിനിങ് ഒക്കെയാണ് നമ്മൾ സ്റ്റെയിനിങ്ങിൻ്റെ അവിടെ നമുക്ക് നോക്കാനുള്ളത്. പിന്നെ വരുന്നത് എന്താണ്? മോൾഡിങ്, ഹോൾ മോൾഡിങ് ഉണ്ട്, മൗണ്ടിങ് ഉണ്ട്, മോൾഡിങ് അല്ല മൗണ്ടിങ്, അതിൽ ഹോൾ മൗണ്ടിങ് ഉണ്ട്, മാസറേഷൻ ഉണ്ട്, മാസറേഷൻ ആൻഡ് സ്മിയേഴ്സ് നമുക്ക് ആ ഒരു പോർഷനിലുള്ളത്. ഓക്കെ, അപ്പോൾ അത്രയാണ് നമുക്ക് എന്തുള്ളത് മൈക്രോ ടെക്നിക്സിൽ പഠിക്കാനുള്ളത്. വളരെ അത്ര ഡീപ്പായിട്ടുള്ളൊരു പേപ്പറൊന്നുമല്ല, വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനുള്ളൂ ഈ ഒരു പോർഷനിൽ പഠിക്കാനായിട്ടുള്ളൂ. ഓക്കെ, പിന്നെ വരുന്നത് 5th കോഴ്സാണല്ലേ. ഇത്രയും പോർഷൻസാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത് ഈ ഒരു ഭാഗത്ത്. ഈ ഒരു 4ാമത്തെ പേപ്പറിൽ നമുക്ക് 4ാമത്തെ സെമ്മിൽ പഠിക്കാനുള്ള ഭാഗമാണ് ഇത്. ഓക്കെ.